ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ റിവ്യൂല് ആദ്യം തന്നെ ഈ പറയുന്ന വിക്രത്തിനെയും അതുപോലെ രാഹുലിനെയും തന്നെയാണ് കാണിക്കുന്നത്. അവർ പറയുന്നുണ്ട്, എത്രയായാലും എനിക്ക് 10-25 വയസ്സേ അങ്കിളെ ആയിട്ടുള്ളൂ. ഞാൻ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടവനല്ല. എന്നിട്ടും എൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഞാൻ ഒരിക്കലും അവരെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ രാഹുൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവളെ തീർക്കും. അതിനുശേഷം എൻ്റെ മോളുടെ ജീവിതം ഞാൻ സുരക്ഷിതമാക്കും. തിരികെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണാണ്. കിരണിനെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്, അതായത് ചന്ദ്രസേൻ്റെ രൂപയുടെ അരികിലേക്ക്. അപ്പോൾ അവരോട് കിരൺ പറയുന്നുണ്ട്, അവൻ ബകാസുരൻ പുറത്തിറങ്ങുന്നുണ്ട് പരോളിൽ. അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ, അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അയാൾക്കുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ആദ്യമായിരുന്നെങ്കിൽ ഞാൻ അവനെ പേടിച്ചേനെ. കാരണം ഞാൻ നിങ്ങളുമായിട്ട് ഒന്നിക്കാത്ത സമയത്ത്, ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് അയാളുടെ കൈകൊണ്ട് മരണമൊന്നും എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് നിങ്ങളുമായിട്ട് അടുക്കാനും അതുപോലെ എൻ്റെ ഭാഗത്തുള്ള തെറ്റിദ്ധാരണ മാറ്റാനും എൻ്റെ ഭാഗത്തുള്ള ന്യായം നിങ്ങളോട് പറയാനും സാധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് മാത്രം. പക്ഷെ ഇപ്പം എനിക്ക് അവനെ പേടിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രൂപ പറയുകയാണ്, മോൻ പറയുന്നത് കേൾക്ക് ചന്ദ്രേട്ടൻ ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അവൻ എന്തായാലും ആകെ ദേഷ്യത്തിൽ തന്നെയായിരിക്കും നമ്മളോടൊക്കെ. അപ്പൊ ചന്ദ്രസേനൻ പറയുകയാണ്, എന്നോട് മാത്രമല്ല നീയും കല്യാണിയും ഒക്കെ സൂക്ഷിക്കണമെന്ന് കിരണിനോട് പറയുകയാണ്. അങ്ങനെ ആ സമയം അല്ല, ആ മനോഹറിനെ പറ്റി വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് ഇടയ്ക്ക് അവൻ കല്യാണിക്ക് കത്ത് അയക്കാറുണ്ട്. അപ്പോൾ ആ കത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം, അവൻ പുറത്തിറങ്ങുന്ന കാര്യം. എന്തായാലും മനോഹർ ആദ്യം ഇത്രയൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഇപ്പം നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അവന് വേണ്ടി ഒരു സഹായവും നമുക്ക് ചെയ്തു കൊടുക്കണ്ട എന്ന് ചന്ദ്രസേനൻ കിരണിനോട് പറയുമ്പോൾ അത് തന്നെയാണ് കല്യാണിയും പറയുന്നത്. ഇല്ല, ഇനി ഒരിക്കലും അവന് വേണ്ടി ഞങ്ങളൊരു ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം എന്തായാലും സരയിന് നല്ല മാറ്റം തന്നെയാണുള്ളത്. സര ഇപ്പോൾ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അവളുടെ അച്ഛനെ അവൾക്ക് ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല. ആദ്യമായിരുന്നെങ്കിൽ അവൾ അച്ഛനെ കാണാൻ പോകുന്നത് മനോഹറിനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായിട്ടാണ്. ഇപ്പോൾ പോവാറേ ഇല്ല. ഇപ്പോൾ അവൾക്ക് അച്ഛനെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം, അച്ഛനും സൂക്ഷിക്കണം കേട്ടോ എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. അങ്ങനെ ശരിയമ്മ, എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ഈ ബകാസുരൻ തന്നെയാണ് കാണിക്കുന്നത്. ബകാസുരൻ നമ്മുടെ മകൾ സരയുവിനെ വിളിച്ചിരിക്കുകയാണ്. സരയുവിനോട് പറയുന്നുണ്ട്, മോളെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ ഇറങ്ങിയതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് കല്യാണി. അവളെ കൊല്ലണം, അവൾ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ മോൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം മോൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സരയുന് വലിയ ഞെട്ടലൊന്നുമില്ല. അവൾ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അങ്ങനെ സരയു പറയുന്നുണ്ട്, അച്ഛാ, കിരൺ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ എനിക്ക് പനിയാണെന്ന് പറഞ്ഞ്, തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ ലീവ് എടുത്തു. പക്ഷെ എനിക്ക് അത്ര വലിയ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് അവൻ ഓടി വരികയായിരുന്നു ചെയ്തത്. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ അവൻ നോക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ എനിക്ക് നല്ല രീതിയിലുള്ളൊരു കെയറിങ് ആണ് തരുന്നത് എന്ന് പറയുമ്പോൾ അത് എന്നും ജീവിതത്തിലുടനീളം ഉണ്ടാവണം മോളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണിയെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്ന് പറയാണ്. നീ എന്തായാലും ഞാനുമായിട്ട് യാതൊരു തരത്തിലുള്ള അടുപ്പമുണ്ടെന്ന് ആരോടും പറയരുത്. നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണെന്നായിരിക്കും അവരറിയേണ്ടത്. അതുപോലെ തന്നെ കല്യാണിയോട് നീ ഒരുപാട് സ്നേഹം കാണിക്കണം, അവളോട് നീ ദേഷ്യം കാണിക്കരുത്. ഇങ്ങനെ ഒരു സമയത്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ സംശയിക്കരുത് എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛൻ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. എല്ലാം മോളെ, ഈ ഒരു കാര്യം താരയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറിയാം അച്ഛ എന്ന് പറയുന്നുണ്ട്. അതെ, താരയെ സൂക്ഷിക്കണം. കാരണം നീ മകളൊക്കെ തന്നെയാണ്, അവൾക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. പക്ഷേ ആ കല്യാണിയോടും കിരണിനോടും അവൾ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല. അവരെ ചതിക്കാൻ വേണ്ടി അവൾ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം കേട്ടോ എന്നിങ്ങനെയുള്ള താക്കീതും ആ ഒരു മുന്നറിയിപ്പും നമ്മുടെ രാഹുൽ സരയുവിന് കൊടുക്കുകയാണ്. അങ്ങനെ സര ഓക്കെ ശരി അച്ഛ എന്തായാലും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം സരയു പോകുന്നത് കല്യാണിക്കരികിലേക്കാണ്. കല്യാണിയാണെങ്കിൽ കമ്പനിയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കാണുള്ളത്. അങ്ങനെ ആ സമയത്ത് കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് സരയു വരികയാണ്. സരയു വാ എന്ന് പറയുകയാണ്. അല്ല, നിനക്കിപ്പോൾ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്.
സരയു അപ്പൊ സരയു പറയുകയാണ്, കല്യാണി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഞാൻ വെറുക്കുന്ന ഒരുത്തൻ അവനെ നിങ്ങൾ സഹായിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും തെറ്റല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ഞങ്ങൾ അവന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളത് തീരുമാനിച്ചിട്ടുള്ളതാണ് എന്നിങ്ങനെ ഈ പറയുന്ന കല്യാണി പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് കല്യാണി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ വർക്കിലാണ്. അപ്പോൾ നീ ചെയ്ത ആ കൺസ്ട്രക്ഷൻ്റെ ചെയ്ത വർക്കുണ്ടൊക്കെ ഇല്ലല്ലോ, അതിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് നോക്കിയേ എന്ന് കല്യാണി സരയിനോട് പറഞ്ഞ സമയത്ത് സരയ് പറയാണ്, ഞാനെന്ത് നോക്കാനാണ്, എനിക്ക് ഇൻറ്റീരിയറിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, കല്യാണിക്ക് ഇത്രയും എക്സ്പേർട്ട് ഉള്ള ഒരാൾ അതല്ലേ ചെയ്യുന്നത്, എന്നാലും നീ ഒന്ന് നോക്ക് എന്ന് പറയുകയാണ്. ഇനി നീ ചെയ്ത വർക്കിൽ ഞാൻ ഇൻറ്റീരിയർ ചെയ്ത് കുളമാക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ചർച്ചകളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന സരയു അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസിനെയാണ്. അപ്പോൾ പോലീസാണെങ്കിൽ CI നേരെ ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ CI പറയുന്നുണ്ട്, ഞാൻ വന്നു പോയതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് അന്വേഷിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരറിയാത്ത എന്താ മനസ്സിലാവാത്ത ഭാഗത്തിലിരിക്കുമ്പോൾ ഗംഗപ്രസാദ് ഈ കുട്ടിയുടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി നിങ്ങൾ തിരക്കിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ വന്നിട്ടില്ലല്ലോ സാറേ, പിന്നെന്തിനാണ് ഞങ്ങൾ തിരക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവർ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് CI ഒരു പെൻഡ്രൈവ് കാർത്തികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതൊന്ന് ആ TV കണക്ട് ചെയ്തേ എന്ന് പറയുമ്പോൾ കാർത്തിക പോയിട്ട് അത് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ അവരവിടെ വന്നിരിക്കുന്നുണ്ട് 3 പേരും, CIയും ലക്ഷ്മി അമ്മയും കാർത്തികയും. അങ്ങനെ കാണുന്ന കാഴ്ച ഈ പറയുന്ന ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ മുഖം മാസ്കൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഇത് നിങ്ങൾ പറയുന്ന ഗംഗപ്രസാദ് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്കൊന്ന് ഞെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതെ ഇത് അവൻ തന്നെയാണ് സാറേ എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഓഡിറ്റോറിയത്തിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്? അപ്പോൾ ഇനി എന്തായാലും അതിങ്ങോട്ട് ഉരിക്കുമോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് ആ പെൻഡ്രൈവ് എടുത്ത് പോലീസിന് തന്നെ കൊടുക്കുകയാണ്. ഇപ്പം മനസ്സിലായോ, അവൻ അവിടെ വന്നിരുന്നു, എന്നിട്ട് അവൻ എന്ത് സംഭവിച്ചു, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ അവൻ കൊള്ളരുതാത്തവനായിരിക്കാം, ആ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അവനെ കൊല്ലണമെന്ന ആഗ്രഹമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തിനു പറയുന്നു, ആ കാട്ടിൽ നിന്ന് വന്ന വേലായുധന് വരെയും അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, അവൻ അത്രയ്ക്ക് കാര്യങ്ങളാണ് സാറ് ചെയ്തിട്ടുള്ളത്, അവന് എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്ന് സാറിന് അറിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പോട്ടെ, എല്ലാതും കഴിഞ്ഞു, എന്തായാലും അവൻ എന്താ പറ്റിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയാം, ഞാൻ എന്തായാലും അതിൻ്റെ വക്കീലാണ്, ഞാൻ എന്തായാലും അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കാർത്തികയും ലക്ഷ്മിയമ്മയും പരസ്പരം പറയുന്നുണ്ട്, എന്താ അമ്മയോടെ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മളിൽ നിന്ന് കിരൺ എന്തൊക്കെയോ മറയ്ക്കുന്നതായി തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് ശരിയാണ് മോളെ, എന്തായാലും കിരണിൻ്റെ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവളെ വിളിക്കട്ടെ, കല്യാണിയെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് കാർത്തിക ഫോൺ എടുത്തിട്ട് കല്യാണിയെ വിളിക്കുകയാണ്. അപ്പോൾ കല്യാണി എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, നിന്നെയും കിരണിനെയും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊന്ന് കാണണമെന്ന് പറയാണ്. കിരണേട്ടൻ അവിടെ ഇല്ല, വന്നിട്ട് വരാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരണം, ഒരു കാര്യം അറിയാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അവളുടെ വിളി കേൾക്കുന്ന കല്യാണി ഒന്ന് പേടിയോടുകൂടി അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്